അടുത്ത ഓരോ മണിക്കൂർ നിമിഷങ്ങൾ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്വം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 113 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കൊടുക്കാം. നമ്മൾ കേട്ട തിരുവചനം വീണ്ടും ശ്രമിക്കുന്നു. ആ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 6:63 അടുത്ത ഓരോ വാക്കുകളും അത് ആത്മാവും ജീവനുമാണ്. അപ്പോൾ നമുക്ക് ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉച്ച പ്രാർത്ഥന നമുക്കിതെല്ലാം. കർത്താവായ ഈശോയെ, അങ്ങയെ എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമായി എൻ്റെ ഹൃദയത്തിൽ ഏറ്റുപറയുന്നതിനും വിശ്വസിക്കുന്നതിനും ആരാധിക്കുന്നതിനും തടസ്സമായിട്ടുള്ള എന്നിലെ എല്ലാ ചിന്തകളും, എല്ലാ സംസാരങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും, മറ്റെല്ലാ വിശ്വാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഈശോയെ, അങ്ങ് മാത്രം എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ, എൻ്റെ ദൈവം, എൻ്റെ സർവസ്വമായിരിക്കണമേ, ഇന്നും എന്നേക്കും ആയിരിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമയോട് ചെന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിങ്ങൾക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ എൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും നമ്മുടെ അപേക്ഷിച്ചു. പിതാവെ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ ഈശോ ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധാത്മ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയുടെ കൃപയെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധ മാലാഖമാരെ നമ്മൾ തേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റുപറയുന്ന ദൈവനാമമാണ് യേശു കർത്താവാണ് എന്ന്. നമ്മുടെ കൽപ്പനകൾ 10 ആദ്യമേ പറയുന്ന ഈശോ പഠിപ്പിച്ച വചനം എന്താ? യേശുവാണ് നമ്മുടെ കർത്താവ്, ദൈവം നമ്മുടെ കർത്താവാണ്. അതെ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അവിടുന്ന് അകർഷണമായ ദൈവമാണ്. യേശു കർത്താവ് നമ്മൾ ഏറ്റുപറയുന്നു. നമ്മളെപ്പോഴും വിളിക്കുന്നത് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന്. നമ്മുടെ തോമസ് ലീഹ ഉത്താനജതി ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മളിപ്പോഴും കർത്താവ് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. സത്യത്തിൽ യേശു നമ്മുടെ കർത്താവാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു. നമ്മൾ മലയാളം വ്യാകരണം പഠിക്കുമ്പോൾ കർത്താവ്, കർമ്മം, ക്രിയ, ഒരു വാക്യത്തിൽ കർത്താവുണ്ട്, കർമ്മമുണ്ട്, ക്രിയയുണ്ട്. അതിലാരാണ് കർത്താവ്? ക്രിയ ചെയ്യുന്നവൻ ആകുന്ന കർത്താവ്. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി ചെയ്യുന്നവനാണ് ഈ കർത്താവ്. അത് കർത്താവ് തന്നെ ആയിരിക്കണമെന്നാണ് അവിടത്തേക്ക് നിർബന്ധം. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെയും പഠിപ്പിക്കും, ആ കർത്താവൻ നാമം പ്രയോഗിക്കരുത്. ആ കർത്താവിൻ്റെ പരിശുദ്ധമായിട്ട് ആചരിക്കണം. എപ്പോഴും കർത്താവ് ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ യേശുവാണ് കർത്താവ്. നമ്മൾ ഒത്തിരി വളരെ ആഴത്തിൽ പ്രവൃത്തി ചെയ്യുന്നവൻ ആരാ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണ്? മത്തായിയുടെ വിശേഷം 6:21 അവിടുന്ന് പറയുന്നു, നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും എൻ്റെ ഹൃദയവുമെന്ന്. നിക്ഷേപം അവിടെയായിരിക്കും ഹൃദയം. അപ്പം ഹൃദയത്തിൽ കർത്താവുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ എവിടെയാണ്, എന്താണ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്? ഞാൻ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ പോലും എന്നെ എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? അവിടുത്തെ കർത്താവായിട്ട് നമ്മൾ പറയുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ? ആ കർത്തൃത്വം കർത്താവിന് നമ്മൾ അടിയറ വയ്ക്കുന്നുണ്ടോ? റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം, അതുകൊണ്ട് ഏറ്റുപറയണം, അപ്പോൾ രക്ഷ പ്രാപിക്കാം. അത് യേശു കർത്താവാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച്, അപ്പോൾ ദൈവം നമ്മൾ നീതീകരിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറയണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്.
പലപ്പോഴൊക്കെ നമ്മളൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പല ശബ്ദങ്ങളും പുറപ്പെടും. നമ്മൾ ഇങ്ങനെ ബുദ്ധിപൂർവ്വം ആലോചിക്കുമ്പോഴും കർത്താവെന്ന് വിളിക്കും. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വണ്ടി ഓടുന്ന ഒരു ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അറിയാം എൻ്റെ കർത്താവേ എന്നാണോ എന്നെ, ചിലപ്പോൾ എൻ്റെ മാതാവേ എന്നാണോ, ചിലപ്പോൾ എൻ്റെ അമ്മയെന്നാണോ, ചിലപ്പോൾ എൻ്റെ എന്നാ പറയുക അയ്യോ എന്നൊക്കെ വയ്ക്കുന്ന കാണാം. അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രതിസന്ധികളിലും അതിൽ നിന്ന് പറഞ്ഞ ഓരോ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്ന ആ വിളി കർത്താവിനെയാണോ, ഏതാണ് എൻ്റെ ഉള്ളിൽ കർത്താവായിരിക്കുന്നത്? ഏതൊരു ആകസ്മികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? ഒരു പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ മക്കളെ കുടുംബം ജീവിക്കുമ്പോൾ ഞാൻ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത് ആ പ്രശ്നം തീർക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്? കർത്താവിനെ വിളിച്ച് കർത്താവ് നമ്മുടെ കൂടുതൽ വരുന്നുണ്ടോ? മത്തായി 12:30 വചനം, എൻ്റെ കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ എല്ലാം ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കണം, കൂടെ ശേഖരിക്കണം, കൂടെ ആയിരിക്കണം. അപ്പോൾ തിരുവചനം എപ്പോഴും എൻ്റെ കൂട്ടിന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് ഞാൻ ഏറ്റു പറയുന്നുണ്ടോ എന്നുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 30:14 വരുമ്പം നമുക്കിതിനെ കാണാൻ പറ്റും. അവിടെ ജീവനും മരണവും നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് മരണത്തിന് വേണ്ടി പാപവും ജീവന് വേണ്ടി രക്ഷയും നന്മയും വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവനാണ് രക്ഷയ്ക്ക് വേണ്ടി. അവിടെ വീണ്ടും എഴുതപ്പെട്ടിരിക്കുന്നു, ഈ രക്ഷയ്ക്ക് വേണ്ടി ഈ കർത്താവിനെ നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കും. ആര് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും എന്ന് പറയുന്നത് സ്വർഗത്തിലല്ല, കടലിനക്കരെ പോയി അതാര് നമുക്ക് കൂട്ടിക്കൊണ്ടുപോയി കടലിനക്കരയുമല്ല, പിന്നെ എവിടെയാണ്? അതെ, യേശു ദൈവം വചനമാണ്. ആ വചനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ വചനം നിനക്ക് സമീപസ്ഥമാണ്, നിൻ്റെ ഹൃദയത്തിലും അതരത്തിലുമുണ്ട്. അതിന് റോമർ 10:8 പറയുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ആ കർത്താവിന് ആ നാമത്തെ ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് ആ നാമത്തെ സഞ്ചരിക്കേണ്ടത്. ഇന്ന് ഞാനിത് ചിന്തിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് ഏറ്റു പറയുമ്പോൾ എൻ്റെ മുന്നിൽ കാണുന്നത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരുപാട് ആത്മഹത്യകളെക്കുറിച്ചാണ്. ഇന്ന് രാവിലെ എൻ്റെ മകൾ വിളിച്ചു പറഞ്ഞു, പപ്പാ, അവളെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂരാണ്. അതെ, വീടിനടുത്തൊരു ആങ്കൊച്ച് അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനോ ശാസിച്ചു, 2 പേരെ ശാസിച്ചു. അവൻ നേരെ കുളിമുറിയിൽ കയറി അവന് കിട്ടിയ അവൻ്റെ തോർത്തെടുത്ത് അവൻ ആത്മഹത്യ ശ്രമിച്ചു. ആരും ശ്രദ്ധ കുറച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇതവനെ തൂങ്ങി കിടപ്പുണ്ട്. അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 5 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മരിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു കൊച്ചിന് ട്യൂഷൻ പോകാൻ പറഞ്ഞതിൻ്റെ പേരിൽ ആ കൊച്ച് മനം നൊന്ത് പോയി ആത്മഹത്യ ചെയ്യുന്നു. കുഞ്ഞു പിള്ളേർ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഒരു തവണയെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിന്തിക്കാത്ത വ്യക്തികൾ എത്ര പേരുണ്ട് എന്നുള്ളത് കണ്ടറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, വെള്ളപ്പൊക്കവും പേമാരിയും നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ, നിലനിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഒന്നിൽ മരിക്കണം അല്ലെങ്കിൽ കൊല്ലണം, ഈ ചിന്ത. പലരും ആത്മഹത്യ ചെയ്യുന്നത് എതിരാളിയെ കൊല്ലാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കൊലപാതകത്തിന് സമാനമായ പ്രവൃത്തിയാണ് തന്നെയും കൂട്ടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? യേശു ഹൃദയത്തിൽ കർത്താവായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മരിക്കേണ്ടി വരികയില്ല. ഒരിക്കലും ഇങ്ങനെ മരിക്കേണ്ടി വരികയില്ല. എന്തുകൊണ്ടാണ് യേശുവിനെ കർത്താവും നാഥനുമാണെന്ന് ഏറ്റു പറയുവാൻ നമ്മളോട് ഇത്രമാത്രം അസന്നിഗ്ധമായിട്ട് പറയുന്നത്? നമുക്ക് ജീവൻ നൽകുന്ന കർത്താവ്, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ, അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നൊക്കെ ഏറ്റു പറയുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം? എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടോ? ഞാൻ കർത്താവിൽ എത്രമാത്രം ശരണം വെച്ചിട്ടുണ്ട്? എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കഥയുണ്ട്. എൻ്റെ ജീവിതം പഠിപ്പിച്ച കർത്താവാണെന്ന് ഏറ്റു പറയാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത പുത്രനാണ്. ഞങ്ങൾ 6 മക്കൾ, രണ്ടാമത്തെ എൻ്റെ പെങ്ങൾ.
ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത്. ബാക്കിയുള്ള സഹോദരങ്ങൾ അതിൽ താഴെയാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും കൂട്ടുകൂടുന്നതും കളിക്കുന്നതും സംസാരിക്കും പ്രവർത്തിക്കുന്ന ഇവളായിട്ടാണ്. എനിക്ക് മേലെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ കൂട്ട്. ഞാനും കുഞ്ഞെറുപ്പത്തിലെ എനിക്ക് 5ാം പനിയുടെ വലിയ പോളമുണ്ടായപ്പോൾ എന്നെ ഇങ്ങനെ മാറ്റി കിടത്തിരിക്കണം. ആരും അടുത്ത് വരരുത്, പകർത്തുന്ന ഈ രോഗമാണ്, വലിയ പോളമാണ്. എൻ്റെ മുഖത്ത് ഒരു പാടൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അന്ന് അവളെ ഇങ്ങനെ കുഞ്ഞാണ്, 2-3 വയസ്സുകൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഓർമ്മ വരുന്നതാണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ആരും അങ്ങ് വരരുതെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ശ്വാസം നിർത്തുമ്പോൾ തക്കം കെട്ട് മുടിഞ്ഞ് നോക്കും. ആരും ഇങ്ങനെ ചാടി ഓടിക്കീറും, ചേട്ടായി എന്ന് വിളിക്കുന്ന ഒറ്റ ഉമ്മ തരും, ഒറ്റ ഓട്ടം കൊടുക്കും. അപ്പം അത്ര ഇഷ്ടമാണ്. അങ്ങനെയുള്ള പെങ്ങളെ കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായിരിക്കുമ്പോൾ ഞാനൊരിക്കൽ മാഞ്ഞാക്കലച്ചൻ്റെ ഒരു ധ്യാനത്തിന് സംബന്ധിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മാത്യു, നിനക്ക് തൃശ്ശൂരിൽ നിന്നൊരു ഫോൺ വന്നിട്ടുണ്ട്, നിൻ്റെ പെങ്ങളൊക്കെ അല്പം പൊളൽ വന്നിട്ടുണ്ട്, നീ അവിടെ വരെ പോകും, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് കയറി തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11 മണി സമയം, 10-11 മണി സമയമായിട്ടുണ്ട് രാത്രിയിൽ. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങുമ്പോഴേ എൻ്റെ അനിയനോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ കണ്ടത് ഞാൻ ചോദിച്ചോടാ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വണ്ടിയിൽ മുഴുവൻ പ്രാർത്ഥിക്കാം, ഞാൻ നല്ല വിശ്വാസത്തിലാണ്, തീക്ഷ്ണതയിലാണ്. അപ്പോൾ ഒരു പൊള്ളലില്ല, ഒന്നും പറ്റിയില്ല, അച്ഛൻ പറഞ്ഞ അങ്ങനെയാണല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, ചെറിയ കാര്യമായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഞാനിങ്ങനെ കത്താൻ പ്രാർത്ഥിച്ച് വലിയ കാര്യമായിട്ട് ഓടി ചെന്നിറങ്ങാതെ അവൻ മിണ്ടാതെ നിൽക്കും. ഞാൻ എന്നാ പറ്റി പറ. അവൻ ശബ്ദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് നിന്നേക്കാളെ കൂടുതൽ എനിക്ക് എന്തും സ്വീകരിക്കാൻ പറ്റും, ഞാൻ ഒന്നില്ല, അതിൻ്റെ ഉള്ളിലൊരു കരിസ്മാറ്റിക്കാരനാണല്ലോ, ഒരു പ്രാർത്ഥനക്കാരനുള്ള ഒരു ചെറിയൊരു ഉണ്ട്, എന്തും എനിക്ക് സ്വീകരിക്കാൻ പറ്റും, പറയടാന്ന് പറഞ്ഞു. ഒറ്റയടിക്കാൻ പറഞ്ഞു, ചേട്ടാ ലില്ലി പെങ്ങള്, അവൾ മരിച്ചു, വീട്ടിലുണ്ട്, 3 പെൺപിള്ളേരാണ്. ഇളയ കൊച്ച് 2 വയസ്സ് പോകുന്ന വഴിക്ക് മരിച്ചു. 2ാമത്തെ കൊച്ച് 4 വയസ്സ് ഹോസ്പിറ്റൽ വന്നതിന് ശേഷം മരിച്ചു. 3ാമത്തെ കൊച്ച് 7 വയസ്സ് മരിച്ചിട്ടില്ല, മരിക്കാൻ കിടക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വാളിന് വെട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വെട്ടാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നത്, ഒരു ഒറ്റ വെട്ട. ആ പെങ്ങളെ എന്ന എൻ്റെ ആ സ്വപ്നം, ആനന്ദം ഒറ്റ വെട്ട് മുറിഞ്ഞു. ഞാൻ നേരെ പെങ്ങളെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നതേ വീട്ടിലൊത്തിരി പേരൊക്കെ കൂടിയിട്ടുണ്ട്, അയൽക്കത്തുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ഡോറ് തുറന്ന് കാണാൻ ചെല്ലുമ്പോൾ അടുത്തുള്ളവരോട് എന്നോടൊന്ന് പറഞ്ഞു, ചേട്ടാ തുറക്കണ്ട, അത് നാളെ പോലീസുകാർ വന്നിട്ടൊക്കെ കയറി കണ്ടാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കാണണം. ഞാൻ ബലമായിട്ട് ഞാൻ അകത്ത് കയറി കണ്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു ബെഡിൽ, ആ റൂമിൽ ബെഡൊക്കെ കൂട്ടി, ബെഡിൽ ഒരുപാട് തുണി കൂട്ടി കത്തിയിട്ടുണ്ട്. ഇവിടെ ബെഡൊക്കെ കിടപ്പുണ്ട്. കാരണം മുഖമെല്ലാം വികൃതമായി കരിഞ്ഞിരിപ്പുണ്ട്. ഒറ്റ നോട്ടം ഞാൻ കണ്ടപ്പോൾ മുഖം ഒരുപാട് വികൃതം കരിഞ്ഞിരിപ്പുണ്ട്. പല്ലൊക്കെ വെളുത്ത് കാണാം. ശരീരം മുഴുവൻ, അവിടെ വസ്ത്രം മുഴുവൻ കത്തിയിട്ടൊന്നുമില്ല, തലമുടിയൊന്നും മുഴുവൻ കത്തിയിട്ടൊന്നുമില്ല. എന്തോ ഒരു അപാകത. ഞാൻ പുറത്തേക്കൊന്നും പറഞ്ഞില്ല. നേരം വെളുത്തു. ഏകദേശം ഒരു 7 മണിയായിട്ടും എൻ്റെ അപ്പനും അമ്മയല്ലാതെ ബാക്കി കൂടപ്പുറപ്പുള്ള ആരും ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് ഇത്ര സമയത്തൊന്നും ആരും വരാത്ത. അപ്പം ഞാൻ ചോദിച്ചു, അളിയൻ്റെ കുടുംബക്കാരോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിലെല്ലാവരോടും പറഞ്ഞോ? എൻ്റെ അപ്പനും മാത്രമേ ഇവിടെ ഉള്ളൂ, ആരും വന്നിട്ടില്ലല്ലോ. അവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വരുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അസഹിഷ്ണുതയായി. ഞാൻ പറഞ്ഞു, ഒരു ബൈക്ക് തരാമോ എനിക്കെൻ്റെ അവിടെ വരെ ഒരു 15 കിലോമീറ്റർ അകലെ ഉള്ളൂ, ഒന്ന് പോയി അവിടെ നിന്ന് അവരൊന്ന് അന്വേഷിക്കാൻ. അപ്പോൾ അടുത്തുള്ളൊരു സ്നേഹിതൻ പറഞ്ഞു, വണ്ടിയിൽ കയറിക്കോ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ബുള്ളറ്റ് ഞാൻ കയറി പുറകിലിരിക്കുന്ന മുൻപോട്ട് പോകണം. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ മകളെ കണ്ടു. അവൾ പറഞ്ഞു, ഞങ്ങളങ്ങ് വരാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറഞ്ഞു. അത് ചാച്ചൻ്റെ ഇളയ പെങ്ങളുടെ വീട്ടിലേക്ക്. പിന്നെ അടുത്ത വീട് ചാച്ചൻ്റെ ഇളയ പെങ്ങളാണ്. ഇളയ പെങ്ങളുടെ വീട്ടിൽ നിന്നപ്പോൾ ആൻറ്റി ഇങ്ങനെ മുളകരച്ചുകൊണ്ടിരിക്കാം കറിക്ക്. എനിക്ക് കൊണ്ട് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോഴും തിന്നാനും കുടിക്കാനും ഇരിക്കുകയാണോ? അപ്പോൾ ഉടനെ ചോദിച്ചു എന്നെ, എടാ എന്നാ പറ്റിയേ അവൾക്ക്? ഞാൻ പറഞ്ഞു, എന്നാ പറ്റാൻ, അവളും മരിച്ചു, 2 പിള്ളേരും മരിച്ചു, അടുത്ത കൊച്ചം മരിക്കാറായി എന്ന് പറഞ്ഞു. ആൻറ്റി ഇത് അയ്യോ 10 എന്ന് പറഞ്ഞ് കാറി പൊളിച്ച് താഴേക്ക് വീണ് കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ അറിയേണ്ടത് പോലൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും പറമ്പിൽ ചിറ്റപ്പൻ ഓടി വന്നു.
എടാ ഞങ്ങളറിഞ്ഞ 3 പെൺപിള്ളേരെ ഒരു കൊച്ചു മരിച്ചു എന്നാണ് അറിഞ്ഞത് പൊള്ളലേറ്റിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റോടെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് എത്തുകയല്ല, എന്നാൽ പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് എത്തിയാൽ മതിയല്ലോ എന്ന് ഓർത്താൽ ഞങ്ങൾ വരായിരുന്നേ. എടാ അവൾ മരിച്ചു ഞങ്ങൾ അറിഞ്ഞില്ല, ഇത്രയും ഞങ്ങൾക്ക് ന്യൂസ് കിട്ടിയുള്ളൂ. ഒരു കൊച്ചു മരിച്ചു എന്നാണ് കേട്ടോ. 3 പെൺപിള്ളേരാണല്ലോ, ഒരു കൊച്ചു മരിച്ചു, അത്ര സീരിയസ് അല്ല. ഞാനങ്ങനെ ചാച്ചൻ്റെ അനിയൻ്റെ വീട്ടിൽ പറഞ്ഞു, 2-3 കുടുംബക്കാർ പറഞ്ഞു, അവളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും പറയാം ഞാൻ പോകാമെന്ന്. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ചെല്ലാം. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഏകദേശം 9 മണിയായിട്ടുണ്ട്. വീടും പരിസരവും മുഴുവൻ ഒത്തിരി ആൾക്കാരുകൾ നിറഞ്ഞിട്ടുണ്ട്. വരെ നിലവിളികൾ, കരച്ചിലൊക്കെ, കൂട്ടക്കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഓരോ കുടുംബങ്ങളും കടന്നു വരുമ്പോൾ കൂട്ടക്കരച്ചിലാണ്. പൊതുവെ തൃശ്ശൂർക്കാർ കരച്ചിൽ കൂടുതലാണ്. അങ്ങനെ ഓരോ കുടുംബക്കാർ വരുമ്പോൾ കൂട്ടക്കരച്ചിലാണ്. ഈ കൂട്ടക്കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത വീട്ടിലെ മുൻവശത്ത് എൻ്റെ അമ്മ കിടപ്പുണ്ട്. അമ്മയുടെ അടുത്ത് ഇരിക്കുക. അമ്മ രാത്രി മുഴുവൻ കരഞ്ഞ് നിലവിളിച്ച് ബോധവാനെന്ന് ഉറക്കം പിടിച്ച് കിടക്കുക. അപ്പം ഞാൻ അമ്മയുടെ അടുത്തിരിക്കുക. ഈ ഓരോ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ഇതിപ്പോൾ തന്നെ ആരെങ്കിലും 2 പേര് മരിച്ചു കാണും, അറ്റാക്കൊന്ന് മരിച്ചു കാണും. ആ മാറ്റത്തെ കരച്ചിലാണ്. അടുത്ത കുടുംബം വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അറിയുന്നത് ഇങ്ങനെയാണ് ദാരുണമായ സംഭവം. ഉടനെ വലിയ കൂട്ടക്കരത്തിൽ വീണ്ടും വരുന്നവരും കരയും, ഉള്ളവരും കരയും. അപ്പോൾ ഞാൻ ചങ്കിടിക്കാത്തായോ ആരെങ്കിലും ഇങ്ങനെ ചങ്കിടിച്ച് മരിക്കുമോ. 2-3 കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റുന്ന വേദന. ഞാൻ മുട്ടയൊന്ന് കൈ വിരിച്ച് പ്രാർത്ഥിക്കാം, അപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം, ഇനി ഇവരാരും മരിക്കില്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും സ്വരം കേട്ടു, സ്വർഗത്തു നിന്ന് കേട്ട സ്വരമോ. എന്നോട് ഇങ്ങനെയാണ് ഞാൻ സ്വരം കേൾക്കും, മോനെ നിനക്ക് പെങ്ങളായി, നിൻ്റെ അമ്മയ്ക്ക് മകളായി, നിൻ്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ബന്ധുക്കൾക്കൊക്കെ പ്രിയപ്പെട്ടവളായി എൻ്റെ സ്വന്തം മകളെ ഞാൻ വളർത്തുവാൻ തന്നതാണ്. വളർത്തുവാൻ തരുമെന്നുകൊണ്ട് എനിക്കറിയാൻ പറ്റും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ വളർത്തു മൃഗങ്ങളെ, ആടിനെയും പശുവിനെയൊക്കെ വളർത്താൻ കൊണ്ടുതരും. കുഞ്ഞൊരു കിടാവിനെ വളർത്താൻ തന്നു കഴിഞ്ഞാൽ, പശുക്കിടാവിനെ വളർത്താൻ തന്നു കഴിഞ്ഞാൽ അതിനെ വളർത്ത് വലുതായി ആദ്യത്തെ പ്രസവം ആ കുഞ്ഞിനെയും എടുക്കാൻ പാലും കൊടുക്കും. രണ്ടാമത് ആ പശുവാണ് ആടെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും ആ തളയും ആ വീട്ടുകാർ കൊണ്ടു കൊടുക്കണം. അപ്പോൾ വളർത്തുവാൻ തന്നെ നമുക്ക് അവകാശമില്ല, തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈശോ ഞാൻ കേൾക്കുന്ന സ്വരം ഇതാണല്ലോ, എൻ്റെ സ്വന്തം മകളെ നിങ്ങൾക്ക് വളർത്തുവാൻ തന്നതാണ്. അതെ, എനിക്കൊരു പെങ്ങള് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു മകള്, ഒരു സഹോദരനൊക്കെ ഉണ്ടാവണമെങ്കിൽ ദൈവം തന്നെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ ഏതൊക്കെ മക്കളില്ലാതെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്തവർക്ക് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഫീൽ ചെയ്യും. അപ്പോൾ ദൈവം തന്നെങ്കിലേ നമുക്ക് മക്കളുള്ളൂ. അങ്ങനെ സ്വന്തം മകളെ വളർത്തുവാൻ തന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനിങ്ങ് സ്വീകരിച്ചു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് വലിയ ദാരുണമായ മരണമാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഈശോയുടെ കുരിശുമരണം ഓർത്തു. പുത്രനെ ഇങ്ങനെ പിതാവ് സ്വീകരിച്ചത്. ആ പുത്രൻ്റെ മരണത്തോട് താരതമ്യപ്പെടുമ്പോൾ ഇവിടെ മരണം ഒരു എന്താ പറയുക, അത്ര അസഹനീയമായ മരണം തോന്നാൻ പാടില്ല. എനിക്ക് ഒന്നുകൂടെ കാര്യം മനസ്സിലായി, അത് ആത്മഹത്യയല്ല. കാരണം നല്ല ഒരു 10-30 വയസ്സുള്ള പെങ്ങളും അവളുടെ 3 പിള്ളേർ, 7 വയസ്സും 4 വയസ്സും 2 വയസ്സുമുള്ള ഇത്രയും പേര് തീ കത്തുമ്പോൾ നാട്ടുകാർ ഓടിക്കൂടി വെള്ളമൊഴിച്ച് കിടത്തിയപ്പോൾ അവർ വിളിച്ച് വണ്ടി അടുത്ത് വന്നപ്പോൾ ഓരോരുത്തരും എടുത്ത് വണ്ടിയെ കയറ്റി, ജീവനുള്ളവരെ കയറ്റി. അപ്പോൾ പെങ്ങളെ എടുക്കുവാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു അവൾ മരിച്ചു കിടക്കുകയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 വയസ്സുള്ള കൊച്ചും അമ്മയും കൂടെ ഒപ്പം ആത്മഹത്യയാണെങ്കിൽ ആദ്യം മരിക്കേണ്ടതാരാ? അമ്മ ആദ്യം മരിക്കില്ലല്ലോ. കുഞ്ഞുങ്ങൾക്കല്ലേ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് അമ്മയ്ക്ക് മരിക്കാം. ഇവിടെ 3 കുട്ടികൾ മരിക്കുന്നില്ല, അവൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ നേരത്തെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഇളയ കൊച്ച് പോകുന്ന വഴിക്ക് മരിച്ചു, 2 വയസ്സേ ഉള്ളൂ. രണ്ടാമത്തെ കൊച്ച് 4 വയസ്സ് അവിടെ ചെന്നതിന് ശേഷം മരിച്ചു. മൂന്നാമത്തോള് 3-ാം ദിവസം ഒരടക്ക് കഴിഞ്ഞപ്പോഴാണ് മരിക്കുന്നത്. ആളെ എഴുന്നേറ്റ് ഓടി നടന്ന് മുഴുവൻ വേണ്ടത്ര അധികം പൊള്ളലേറ്റില്ല അവൾക്ക്. പക്ഷെ അവൾ മരണം കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ഥിതിയിൽ ഞാൻ കേട്ട സ്വരം ഇതാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ എൻ്റെ മകളെ ഇങ്ങനെ സ്വീകരിച്ചു. അപ്പോൾ തിരുപുത്രനെ സ്വീകരിച്ച് കർത്താൻ കുരിശുമരണം ഓർക്കുമ്പോൾ ഇതത്ര അതിദാരുണമല്ല. നമുക്ക് സംഭവിക്കുന്ന ഏതൊരു അത്യാഹിതവും യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് സഹനീയമാണ്. വീണ്ടും ഞാൻ വളരെ ഗൗരവത്തിൽ സ്വരം കേൾക്കുകയാണ്, മോനെ ഞാൻ തന്ന മകളെ എനിക്കിഷ്ടമുള്ളതുപോലെ സ്വീകരിച്ചപ്പോൾ അത് നിങ്ങൾക്ക് ഇത്രത്തോളം ഹൃദയഭേദകമാണ്. അതെ, പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മ ഇപ്പോഴും അത് കേട്ടാൽ കിടന്ന് കരയും, ആ സംഭവം ഓർക്കുമ്പോൾ കരയും. അത് നിങ്ങൾക്ക് ഇത്രമാത്രം അസഹനീയമാണെങ്കിൽ സ്വന്തം മകളെ ഞാൻ ഇഷ്ടമുള്ളത് സ്വീകരിച്ചപ്പോൾ
നിങ്ങളിൽ നിന്ന് വേർപെട്ടപ്പോൾ അത് നിങ്ങൾ എത്രമാത്രം അസഹനീയമാണെങ്കിൽ, വീണ്ടും കേൾക്കുന്നു, എൻ്റെ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ ദുഃഖം നിനക്കറിയാമോ? അതെ, അപ്പൻ ചോദിക്കുകയാണ്, സ്വർഗത്തിലെ അപ്പൻ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ഒരു സ്വർഗീയ പിതാവിൻ്റെ ദുഃഖം നിനക്കറിയാമോ? ഈ അലറി കരയുന്നവരെല്ലാം അതിൽ മിക്കവരും മരിച്ചവരാണ്. നമ്മൾ കാണുമ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം കാണുന്ന മരിച്ച മക്കളെ കണ്ടുകൊണ്ടാണ് ഈ അപ്പൻ ഇവിടെ ഇരിക്കുന്നത്. ഇനി സ്വർഗത്തിലെ അപ്പന് നമുക്ക് തരാനൊന്നുമില്ല. പുത്രൻ നൽകി, രക്ഷ നൽകി കഴിഞ്ഞു. അത് സ്വീകരിക്കാതെ ഇപ്പോഴും മരിച്ചു കിടക്കുന്ന മക്കളെ, ഈശോ പറഞ്ഞില്ല മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെ എന്ന്. അതെ, നമ്മൾ പലരും മരിച്ചവരാണ്, മരിച്ചൊരു പ്രവർത്തികളാണ് ചെയ്യുന്നത്. അപ്പോൾ പിതാവിൻ്റെ ദുഃഖം എന്താണ്? ഈ ഒരു വേർപാടിൽ അവിടെയുള്ളവരെല്ലാം കൂട്ടക്കരച്ചിലും സങ്കടവും വിഷമവും ഒക്കെ ആയി കഴിയുമ്പോൾ സ്വർഗത്തിൽ അപ്പം കാണുന്നത് സ്വന്തം മരിച്ച മക്കളെയാണ്. മരിച്ച മക്കളെയാണ്. കാരണം അവർ തിരിച്ചു വരുന്നില്ലെങ്കിൽ, അനുഭവിക്കുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ട മക്കളെയാണ് അപ്പം കാണുന്നത്. ഒരു പരിധിവരെ പക്ഷേ ഞാനിങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുവാനും ഇങ്ങനെയൊക്കെ എന്നെ പ്രചോദനം തരുന്നതും എൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും കിട്ടുന്ന അല്പസമയം സുവിശേഷത്തിന് മാറ്റിവെക്കുന്നത് ആ പിതാവിൻ്റെ ദുഃഖ സങ്കടം അതെൻ്റെ ചെവി കേട്ടതാണ് ഞാൻ. ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ, മരിക്കുമ്പോൾ, അനുതാപത്തിലേക്ക് തിരിച്ചു വരാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ തമ്പുരാൻ സങ്കടമുണ്ട്, കരച്ചിലുണ്ട്. ആ പിതാവിൻ്റെ വലിയ സ്നേഹം നമ്മളോടുള്ള ഓരോരുത്തരും വലിയ സ്നേഹമാണല്ലോ. പുത്രനെ മനുഷ്യനാണ് ജനിക്കുവാൻ അനുവദിച്ച് നമ്മൾക്ക് വേണ്ടി 31 വർഷം ജീവിച്ച് അതിദാരുണമായി പീഡകളേറ്റ് മരിച്ച ഈ നോയമ്പ് കാലത്ത് ആ പീഡാസനം ധ്യാനിക്കുമ്പോൾ അത് പിതാവിന് നമ്മളുടെ സ്നേഹമാണ്. അതിലുമുപരി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് ചെയ്യുന്ന വലിയ ത്യാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഈ ദാരുണമായ ഈ കഥ പറഞ്ഞത് അത് പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയല്ല. ഞാനൊരു ചോദ്യം അല്ലെങ്കിൽ ചിന്തിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരുകയാണ്. എന്തുകൊണ്ടാണ് ആ മരണം എനിക്ക് കുറച്ച് സ്വസ്ഥമായിരുന്നു, എനിക്കത് വേദനയെങ്കിലും അത് സഹനീയമായിരുന്നു, എന്നാൽ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സ്വന്തം ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പലർക്കും അത് അസഹിഷ്ണുതയായിരുന്നു, അത് സഹിക്കാൻ പറ്റുന്നില്ല, അലമുറയിട്ട് കരഞ്ഞിരുന്നു. എന്തായിരിക്കാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അവർ പലരും വിചാരിച്ചു ഞാൻ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അളിയൻ്റെ തിരക്ക്, അളിയനോട് ഭയങ്കര തട്ടിക്കയറുമെന്ന്. ഞാൻ മനസ്സിലാക്കുന്നു ഇന്നും ആ അളിയനെ അവരെ കുടുംബത്തിൽ അവർ കയറ്റിയിട്ടില്ല. ഒന്ന് മനസ്സിലാക്കുക, ഈ അവൻ്റെ കുടുംബത്തിൽ അളിയനെ കയറ്റാത്ത അളിയൻ എന്നെ വല്ലപ്പോഴും വിളിക്കും. ഒരു വർഷം മുമ്പ് ആ അളിയൻ തൃശ്ശൂർ എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എനിക്കല്ലേ കൂടുതൽ പകയം ഉണ്ടാവേണ്ടത്, അവർ കുടുംബത്തെക്കാരെയും കുടുംബത്തിലുള്ളവരെക്കാളും. എനിക്കൊരു പകയുമില്ല. അവിടെ നിൽക്കട്ടെ. ഞാൻ വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് വരും. എന്തുകൊണ്ട് എനിക്കത് സഹനീയമായിരുന്നു, മറ്റു പലർക്കും അസഹനീയമായിരുന്നു ചോദിക്കുമ്പോൾ ഒരു ഉത്തരമുണ്ട്. എന്താണ്? ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ എന്തിനേയും അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കും. ഹൃദയത്തിൽ കർത്താവില്ലെങ്കിൽ ആർക്കും ഒന്നും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. അവിടുന്നാണ് ജീവൻ, അവിടുന്ന് കർത്താവാണ്. എന്തുകൊണ്ടാണ് യേശു അസകൃഷ്ണമായി പറയുന്നത്, ഞാനാണ് നിന്റെ ദൈവം, മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ആ കർത്താവ് ഇരിക്കേണ്ട അടുത്ത് ഞാൻ തന്നെ ഇരിക്കാൻ പാടില്ല. മത്തായിയുടെ വിശേഷം 10:34 വരുമ്പോൾ നാം വായിക്കുന്നത് എന്താ? എന്നേക്കാൾ അധികം ഭാര്യയെയോ മക്കളെയോ വയലുകളെയോ സമ്പത്തിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അത് ലൂക്കാ 14:25 വരുമ്പോൾ സ്വജീവനെ തന്നെയും വെറുത്തുപേക്ഷിക്കാതെ ആർക്കും എന്നെ അനുഗമിക്കുവാൻ സാധിക്കുകയില്ല. എന്താ അവിടെ ഈശോ ആഗ്രഹിക്കുന്നത്? എന്നേക്കാളധികം, കർത്താവ് യേശു ക്രിസ്തുവിനേക്കാൾ അധികം ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ വയലുകളോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. എന്നേക്കാൾ അധികം ഇവരെ ആരും സ്നേഹിക്കുവാൻ പാടില്ല. ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തു ചെയ്യും? എന്നേക്കാൾ അധികമായി കർത്താവ് ഈശോമിശിഹായ്ക്ക് അധികമായി മക്കളോ വയലുകളോ മാതാപിതാക്കളോ സമ്പത്തോ എൻ്റെ സ്ഥാനമാനങ്ങളോ അത് അവിടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് വാളെടുക്കും, വെട്ടിമുറിക്കും. എന്തിനാ ഭിന്നിപ്പിക്കുന്നത്? ഭിന്നിപ്പിക്കുന്ന അവിടെ കർത്താവാണ് വാഴേണ്ടത്.
എന്തിനാണ് കർത്താവ് ഇങ്ങനെ ഇത്രമാത്രം തീക്ഷ്ണമായിട്ട് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് എന്ന് ഊന്നി ഊന്നി എപ്പോഴും പറയുന്നത്? എന്നെ ഏറ്റവും പറയണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലെ രക്ഷ എന്താണ്? എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമാണ് സത്യം. അതെ, അവൻ എൻ്റെ രക്ഷകനായിരിക്കേണ്ടതിനാണ്. പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ യേശു കർത്താവായിരിക്കണം. അവന് മാത്രമേ എനിക്ക് ജീവൻ തരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് പല സംഭവങ്ങളും, ജീവിതത്തിലെ പല ആക്സിഡൻറ്റും കാണുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റിൽ നമുക്ക് ചിന്തിക്കാം, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആക്സിഡൻറ്റ് പറ്റിയവരെല്ലാം അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക് മേജർ ഒരു ഓപ്പറേഷൻ വിധേയനാക്കപ്പെടുന്നു. അപ്പോൾ ആദ്യമേ ആ ഡോക്ടർ വരുമ്പോൾ എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടായിരുന്നാലും ആദ്യം നോക്കുന്നത് അവൻ നാടി പിടിച്ച് നോക്കും അവന് ജീവനുണ്ടോ എന്ന്. അവൻ ജീവനുണ്ടെങ്കിൽ മാത്രമേ അവനെ തുടർ ചികിത്സയ്ക്കോ ഒരു ഓപ്പറേഷനോ അവനെ സ്വീകരിക്കാൻ സാധിക്കും, രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം പ്രധാനം ജീവനാണ്. ജീവനാരാ? യേശുവാണ് ജീവൻ. യേശുവാണ് നമ്മുടെ ജീവൻ. യോഹന്നാൻ 14 പറയും, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പൊ ജീവൻ തരുന്നവൻ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ, നമ്മുടെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹൃദയത്തിൽ കർത്താവല്ല മറ്റാരാണെങ്കിലേ, ഒരുപക്ഷെ എൻ്റെ സ്ഥാനമാനമായിരിക്കാം, എൻ്റെ അധികാരമായിരിക്കാം, എൻ്റെ സമ്പത്തായിരിക്കാം, നമ്മൾ രക്ഷ കാണുന്നത് മക്കളിലായിരിക്കാം, ഒരുപക്ഷെ രക്ഷ കാണുന്നത് ഭാര്യയിലായിരിക്കാം, ഭർത്താവിലായിരിക്കാം, അപ്പനിലായിരിക്കാം. നമ്മുടെ കർത്താവ് എന്ന് വിളിക്കുമ്പോഴും ഇവരൊക്കെയാണ് നമ്മുടെ രക്ഷകര്. അങ്ങനെ പലരും കർത്താവിന്റെ വാണൽ മുറിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ സ്വയം ഇതുപോലെ ആത്മഹത്യക്ക് പോകുന്നു, അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നു, നശിപ്പിക്കാൻ പോകുന്നു, കേസിന് പോകുന്നു, വഴക്കിടുന്നു, ബന്ധം വേർപെടുത്തുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിഞ്ഞു പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവർക്ക് രക്ഷ കർത്താവല്ല, ഹൃദയത്തിൽ കർത്താവില്ല. അതുകൊണ്ട് ഒരു പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഹൃദയത്തിൽ കർത്താവില്ലെങ്കിൽ നമ്മുടെ ജീവിതം അതിദാരുണമായിട്ട് നശിപ്പിക്കപ്പെടും. മത്തായി 10:34 ഇപ്പം ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുവൻ തൻ്റെ പിതാവിനെതിരെ, മാതാവിനെതിരെ, അമ്മായും മക്കളും തമ്മിലും അമ്മായും മരുമകളും തമ്മിൽ ഭിന്നിപ്പിക്കുമെന്ന് പറയുന്നത് ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്. എങ്ങനെ? കർത്താവിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇവർക്കാകെ നമ്മൾ രക്ഷിക്കാൻ സാധിക്കുകയില്ല. എത്ര വലിയ കോടീശ്വരന്മാരാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, സ്വയം വെടിവെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ 9,000 കോടി ആസ്തിയുള്ള ഒരു ഭയങ്കര വ്യാപാര ഒരു പ്രശ്നം കടന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് തോക്കെടുത്ത് വെടിവെച്ചത്? അവന്റെ രക്ഷ കർത്താവിലല്ലായിരുന്നു. അതുകൊണ്ട് പ്രതിസന്ധി വന്നപ്പോൾ അവന്റെ പണമോ ഈ കോടികളിലപ്പോൾ അവന്റെ ഭവനമോ അവന്റെ വീടുകളോ കോടീശ്വരന്മാരോ അവന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോ ആർക്കും അവന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഇവനെ സഹായിക്കുവാൻ സാധിച്ചില്ല. അവരെല്ലാം വെറും എന്താ കടലാസ് പോലെ അവന്റെ മുമ്പ് കാണപ്പെട്ടു. കർത്താവായിരിക്കേണ്ടവന് ഹൃദയത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് 6:21 പറയുന്നത്, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കുന്നു ഹൃദയമെന്ന്. ആ ഹൃദയത്തിൽ കർത്താവില്ലെങ്കിൽ ഈ നിക്ഷേപം ഭൗതികമാണ്, നഷ്ടപ്പെടേണ്ടതാണ്. നമ്മുടെ മരണത്തോടുകൂടി നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും നിഷ്ഫലമാണ്, ഒന്നും നമ്മളെ തുണയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇത് പറയുന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നില്, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ മക്കളിലെ ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കേണ്ടതിനാണ്, ഒരു ഭിന്നിപ്പ് ഉണ്ടാകാതിരിക്കേണ്ടതിനാണ്. ദൈവമാണ് നമ്മളെ യോജിപ്പിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് പുറപ്പെടുന്ന വാക്കുകൾ, വിലകെട്ട വാക്കുകൾ, സുവിശേഷം ചേരാത്ത വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും ഒരുപക്ഷെ എതിരാളി നമ്മൾ കീഴ്പ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പ്രശ്നമുണ്ടാകുമ്പോൾ കോടതിയിൽ ചെന്ന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തീർക്കുന്നത്. എവിടെ നമ്മുടെ മുഷ്ടി ഞാൻ ചെയ്തു, ഞാൻ പ്രവർത്തിക്കുന്നു.
എൻ്റെ അറിവില്ലായ്മ ദൈവം പൊറുക്കുന്നുണ്ട്. പക്ഷേ അത് പോരാ, നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവായിട്ട് കടന്നു വരണം. അതുകൊണ്ടാണ് നമ്മുടെ അപ്പസ്തോലൻ തോമാസ് ലീഗ പറഞ്ഞത്, കർത്താവിനെ കണ്ടപ്പോൾ, എൻ്റെ കയ്യിൽ മുറിവുകളെ കണ്ടപ്പോൾ, രക്ഷയുടെ അടയാളം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വരിക, നീ എന്താണ് സംശയിച്ചത്, നീ എൻ്റെ വിലാവിൽ വിരള മുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തോമാ പറഞ്ഞു, ഇതാ എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. എൻ്റെ ദൈവമാണ്, പക്ഷെ അവൻ എൻ്റെ കർത്താവാണ്. അവൻ ദൈവമാണെന്ന് ഏറ്റു പറഞ്ഞ ഒത്തിരി പേരുണ്ട്, പക്ഷെ എല്ലാവർക്കും ദൈവം കർത്താവല്ല. അപ്പോസ്തലൻ പറഞ്ഞു, ആദ്യം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എന്നിൽ പ്രവർത്തിക്കുന്നവൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ സർവസ്വമായിരിക്കുന്നവൻ, എൻ്റെ കൂടെയായിരിക്കുന്നവൻ. കർത്താവ് അവനെ കണ്ണിലുണ്ണി പോലെ നോക്കും. നമ്മൾ പലപ്പോഴും ജീവിതത്തിലേക്ക് പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ പലതും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെ പലതും നേടാൻ വേണ്ടിയാണ്. അവനെ എല്ലാം തരികയുള്ളൂ. നമുക്കറിയാം, രണ്ടുപേര് കുരിശ് മരിച്ചല്ലോ, ഇടതും വലതും. ഒരുവൻ പറഞ്ഞില്ലേ, നീ ദൈവമല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവൻ്റെ രക്ഷ. അവരെന്താ ഏറ്റു പറഞ്ഞത്? ഒരേ തെറ്റ് ചെയ്തവരാണ്. പാപത്തിൻ്റെ വലിപ്പം നോക്കുന്ന ഈശോ വളരെ എളിമയോടെ പറഞ്ഞു, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. എന്താണ് അർത്ഥം? നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അതെ, നിനക്കെന്നെ രക്ഷിക്കുവാൻ സാധിക്കുന്ന ദൈവമാണെന്ന് അവിടെ ഏറ്റു പറയാം. എനിക്ക് രക്ഷപ്പെടുവാൻ എന്നെക്കൊണ്ട് അസാധ്യമാണ്. അതുകൊണ്ടാണ് അവനെ കുരിശിനെ അവൻ ശപിക്കാതിരുന്നത്. അവൻ കുരിശിൽ കിടന്നുകൊണ്ടായോ പറയുക ഈ ശിക്ഷ ന്യായമാണ് എന്ന് പറഞ്ഞത്? ഈ ലോകത്തിലായതുകൊണ്ടാണ്. ലോകത്തിൽ അതിന് സംഭവിച്ചതിനെല്ലാം അവൻ വളരെ ചെറുതായിട്ട് കണ്ടു. സംഭവിക്കാനിരിക്കുന്ന വലിയ രക്ഷ അവൻ കണ്ടു. അവൻ്റെ പാപങ്ങൾ അവനെ അപര്യാപ്തമെങ്കിൽ കൂടെ ആയിരിക്കുന്നവൻ യേശു അവനെ കണ്ടത് കർത്താവായിട്ടാണ് കണ്ടത്. ഒരു കള്ളനെ പോലെ ലോകം ക്രൂശിക്കപ്പെട്ടപ്പോൾ, ക്രൂശി തറച്ചപ്പോൾ, അവനെ പലരും പരിഹസിച്ചപ്പോൾ, മുന്നേ കടന്നുപോയവരൊക്കെ പരിഹസിച്ചപ്പോൾ, അവനെ നഗ്നനാക്കിയപ്പോൾ, മുറിപ്പെടുത്തിയപ്പോൾ ഇവൻ കണ്ടു, അതെ, അതിലൊരു കർത്താവിനെ കണ്ടു. അവൻ ആ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നിത്യജീവന്റെ ഉറവിടമായിട്ടാണ്. അത് തരാൻ സാധിക്കുമെന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ ഏറ്റുപറഞ്ഞു, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കണ്ടോ, തീരുമാനമെടുക്കുവാനുള്ള ഒരു വാക്ക്. യേശുവിനെ അവൻ കർത്താവായി കാണുവാനുള്ള ഒരു വാക്ക്, കർത്താവെ എന്നെ കൂടെ ഓർക്കണമേ. ആ ഏറ്റുപറത്തൽ അതാണ് ദൈവം സ്വീകരിച്ചു. നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിൽ. അതെ കർത്താവെ, നീ അവിടെ ആയിരിക്കും, എന്നെ കൂടെ ചേർക്കണമേ. എന്നോട് കൂടെ കർത്താവിന് കൂടെ ആയിരിക്കും അവൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുരിശ് വരച്ച് വളർന്നു വരുമ്പോൾ ഓർക്കണം, ഞാൻ ആ കുരിശിൽ വളരുന്നുണ്ടോ? മക്കളെ അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ മക്കൾ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിന് കൊടുക്കുന്നുണ്ടോ? കർത്താവിന് കൊടുക്കുന്നുണ്ടോ? കർത്താവിന് മുമ്പിൽ അവരെ മുട്ടുമടക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? കർത്താവിന് വചനം ജീവനുള്ള വചനമാണ്, ആ രക്ഷയുടെ വചനമാണ്. ഈ വാക്കുകൾ ജീവിക്കുവാൻ നമ്മളവരെ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ മത്സരിക്കാതെ നമ്മൾ സ്വയം ചെറുതാകുവാനും അതനുസരിക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും കിട്ടുന്ന അവസരങ്ങൾ, അവൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ കിട്ടുന്ന അവസരങ്ങളാണ്. ആ വഴിയെ പടകുന്നു പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ലക്ഷ്യം കാണേണ്ടത് നിത്യജീവനാണ്, ദൈവരാജ്യമാണ്. അത് കഴിഞ്ഞുള്ള വിദ്യാഭ്യാസവും ഫസ്റ്റ് ക്ലാസ്സും റാങ്കും ഡോക്ടറേറ്റും എല്ലാം, നല്ല ജോലിയും എല്ലാം. ഇതില്ലാതെ മക്കൾ നമ്മുടെ ഭവനത്തിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചെന്നായ്ക്കൾ വന്ന് അവരെ ആക്രമിക്കും. അതെ, നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച് കൊടുക്കണം. മക്കളെ, നമ്മളെ ജീവിതം കൊണ്ട് അവർ കാണിച്ചു കൊടുക്കണം. ഈ ജീവിത പുസ്തകത്തിന്റെ വില എന്താണെന്നുള്ളത് ഓരോ മരണവും സംഭവിക്കുമ്പോൾ പറയണം. അതെ, അവന്റെ ഹൃദയത്തിൽ കർത്താവില്ലാത്തത് കൊണ്ടാണ്
ഏതാനും ഈ കഴിഞ്ഞ വർഷം 2 പെൺകുട്ടികളെ കൊണ്ട് ഒരമ്മ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി മരിക്കുവാൻ പോയപ്പോൾ ആ അമ്മയും മക്കളും പള്ളിയിൽ പോയിരുന്നവരാണ്. രാവിലെ എന്നത്തെ പോലെ പോയപ്പോൾ അവർ പലരും വിചാരിച്ച് പള്ളിയിലേക്ക് പോവുകയാണ് എന്നാണ്. അപ്പോൾ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന അമ്മ പോലും യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ പൂജിച്ചിരുന്നുവെങ്കിൽ തന്നെ വെറുത്ത, ഉപേക്ഷിച്ച, ഒറ്റപ്പെടുത്തിയ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ വെറുപ്പോ വിദ്വേഷമോ അവളുടെ ഉള്ളിൽ കയറുമായിരുന്നില്ല. അവർ പലരെയും ഹൃദയത്തിൽ ഭരിക്കുന്നത് വെറുപ്പാണ്, ശത്രുതയാണ്, പകയാണ്, ശൂന്യതാബോധമാണ്, അസൂയയാണ്, മത്സരമാണ്. പലരെയും പോലും ആകണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ കാണുന്ന പലരെ പോലെ മക്കൾ വളരണമെന്ന് ചിന്തിക്കുമ്പോൾ, ഒരു നല്ല ജോലിക്കായി നമ്മൾ അധ്വാനിക്കുമ്പോൾ ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല. അതെല്ലാം കർത്താവ് കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ. അങ്ങനെയായിരുന്നെങ്കിൽ ആ കുടുംബത്തിന് അങ്ങ് അതിദാരുണം മരിക്കേണ്ടി വരികയില്ലായിരുന്നു. ഈശോ നമ്മളെ പറയുന്നുണ്ടല്ലോ, കൊടുങ്കാറ്റും വചനത്തിൽ ജീവിച്ചു കഴിഞ്ഞാലും വചനം അനുസരിക്കാതെ ജീവിക്കുന്നവരും വചനത്തിൽ അനുസരിച്ച് ജീവിക്കുന്നവർ വചനം ജീവിക്കുന്നവർ പാറമേലാണ് ഭവനം പണിയുന്നത്. അതുമേൽ കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കം ആഞ്ഞടിച്ചപ്പോൾ ഒരു ഭവനം നിലനിൽക്കുമ്പോൾ മറ്റൊരു ഭവനം, അത് മണപ്പുറത്താണ് വീട് പണിതത്, ലോകത്തിലാണ് വീട് പണിതത്, ലോകമാണ് അവർ ഉള്ളിൽ, ആഗ്രഹം, മോഹം, രക്ഷയെല്ലാം ലോകത്തിലാണ്. ഒരു ജോലിയാണ് അവരുടെ രക്ഷ, ഒരു വിസയാണ് അവരുടെ രക്ഷ, പണമാണ് അവരുടെ രക്ഷ, അധികാരമാണ് അവരുടെ രക്ഷ, അപ്പനും അമ്മയാണ് അവരുടെ രക്ഷ. ഇങ്ങനെ വരുമ്പോൾ, ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ, ഈ കൊടുങ്കാറ്റും പേമാൻ ജീവിതം ആടി ഉലഞ്ഞ് കഴയിൽ വരുമ്പോൾ അത് തകർന്നു പോവുകയാണ്, വീണു പോവുകയാണ്, അതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും സാധിക്കാതെ പോവുകയാണ്. അവിടെയാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ ശക്തി, അതിൻ്റെ കർത്തൃത്വം എത്ര ബലമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോഴെല്ലാം അത് തകർന്നു പോവുകയല്ല, പുനരുദ്ധരിക്കുന്നവൻ യേശുവാണ്. തകർന്നിരുന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ്. അവൻ എൻ്റെ കൂടെയുള്ളവൻ ശക്തനാണ്, എനിക്ക് വലിയ ചെയ്തു തരും. അവനെ വിശ്വസിക്കേണ്ട നാമം നമ്മൾ ഏറ്റു പറയണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ ആ ഒരു അതിദാരുണമായ മരണം പലപ്പോഴും അങ്ങനെ മരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വാവിട്ട് കരഞ്ഞ് ഉൽക്കപ്പെട്ട് ആകുലപ്പെട്ട് ആദി പിടിച്ചിരിക്കുമ്പോൾ കർത്താവിനെ ഓർത്തത് കൊണ്ടാണ് അവിടുത്തെ സ്വരം എനിക്ക് ശ്രവിക്കുവാൻ സാധിച്ചത്. അതെ മോനെ, നിന്റെ പെങ്ങൾ, മറ്റൊരു അമ്മയ്ക്ക് മകള്, കുഞ്ഞുങ്ങൾക്ക് അമ്മ, സ്നേഹിത, എൻ്റെ സ്വന്തം മകളാണ്. അവളെ ഞാൻ വളർത്തുവാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതാണ്. വളർത്തു വന്ന എൻ്റെ മകളെ ഞാൻ ഇഷ്ടമുള്ളതുപോലെ സ്വീകരിച്ചപ്പോൾ, ഈ തകർച്ചയിലൂടെ കടന്നു അനുവദിച്ചപ്പോൾ, തകരുവാൻ വിട്ടുകൊടുത്തപ്പോൾ, പുത്രനെ വിട്ടുകൊടുത്തതുപോലെ തന്നെ നമ്മളെയും വിട്ടുകൊടുക്കും. കാരണം പുത്രനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ അപ്പച്ചൻ അതേ വഴിയിൽ കടന്നു പോകേണ്ടതിന് എൻ്റെ ജീവിതത്തെ തകർച്ചകള്, മുള്ളുകള് അത് എന്നെ ജീവിതത്തിൽ എൻ്റെ സ്വർഗീയ അപ്പച്ചൻ അനുവദിക്കും. ഇത് അനുവദിക്കുമ്പോൾ അവിടെ ഹൃദയത്തിൽ കർത്താവുണ്ടാകണം. അതുകൊണ്ട് ആ സ്വരം എനിക്ക് ശ്രവിക്കുവാൻ സാധിച്ചത്. ആ മകളെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം ഹൃദയഭേദകമാണെങ്കിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ ദുഃഖം നിനക്കറിയാമോ? ഈ അപ്പൻ കണ്ടുകൊണ്ടിരിക്കുന്ന മരിച്ച മക്കളെ കണ്ടുകൊണ്ടാണ് ഈ അപ്പൻ ഇവിടെ ഇരിക്കുന്നത്. ഒരു മരിച്ച ഒരു ആത്മാവിന് ജീവനുണ്ടാകുവാൻ, ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ, അനുതാപിക നയിക്കുവാൻ ഭൂമിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളാരും ജീവൻ കെടുത്തുന്നവരായിരിക്കില്ലേ, ജീവൻ കൊടുക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഹൃദയത്തിൽ കർത്താവ് വരണം. ആദ്യം യേശുവിനെ കർത്താവും നാഥനുമായി ഹൃദയത്തിൽ പൂജിക്കണം. ആ കർത്താവിന് ഉപരി യാതൊന്നിനെയും നമ്മൾ സ്നേഹിക്കരുത്, ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കരുത്. അവിടെ എങ്ങും രക്ഷ നമ്മൾ കൊണ്ടുവരരുത്. ഇവയ്ക്കൊന്നും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കില്ല. കോടികൾക്കോ അധികാരങ്ങൾക്കോ അപ്പനോ അമ്മയോ മക്കൾക്കോ തരാൻ സാധിക്കാത്തതാണ് ദൈവത്തിൻ്റെ ജീവൻ, രക്ഷ.
ഒരു മരണസമയത്ത് മരിച്ചവരെ പോലും ഉയർപ്പിച്ച കർത്താവിനെ അവന് ഉത്തരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെ തകർത്ത് കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ അപ്പം നമ്മളെ ഇതെല്ലാം നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നമ്മളെ പീഡാസഹനത്തിൽ കടന്നു പോകുമ്പോൾ, പുത്രന്റെ വഴിയിൽ കടന്നു അനുവദിക്കുമ്പോൾ, ഞാൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, അവനെ വിളിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നേരത്തെ കർത്താവും നാഥനും രക്ഷകനുമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ കർത്താവുണ്ടെങ്കിൽ എൻ്റെ കുടുംബം ഒരിക്കലും തകരുകയില്ല. ഏത് തകർച്ചയിലും അവർ പുനർജീവിക്കും. അവരെ കർത്താവ് കരങ്ങൾ പിടിക്കും. എൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം പ്രവൃത്തിയിൽ കടന്നു വരണം. അവനെ കർത്താവായിക്കൊണ്ട് തന്നെ നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യണം. ജോഷ 1:9 ശക്തനും ധീരനുമായിരിക്കണം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ കൂടെ ആ കർത്താവിൻ്റെ കൂടെ നാം ജീവിക്കണം, കൂടെ ശേഖരിക്കണം. അതിനാണ് ആ നാമം നൽകപ്പെട്ടിരിക്കുന്നത്, രക്ഷയുടെ നാമം നൽകപ്പെട്ടിരിക്കുന്നത്. ഏറ്റുപറയുന്ന നാമം ഹൃദയത്തിൽ വിശ്വസിക്കണം, ഏറ്റുപറയണം. ആ നാമത്തിൻ്റെ ശക്തി പരിപാലന നമ്മൾ അറിയണം, അനുഭവിച്ചറിയണം. അപ്പോൾ ഏത് അത്യാഹിതങ്ങളിലും നാം കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കും, വാഴ്ത്തുവാൻ സാധിക്കും. എൻ്റെ ഹൃദയം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. മറ്റെല്ലാം നശ്വരമാണ്, ജീവൻ തന്നെ അസാധ്യമാണ് മറ്റെല്ലാത്തിനും. അതുകൊണ്ടാണ് പറഞ്ഞ് ഇവയ്ക്കൊന്നും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കരുത്. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ഏറ്റുപറയുവാൻ, എൻ്റെ പാപത്തിന് ക്ഷമ ലഭിക്കുവാൻ, അവനോട് എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുവാൻ. അതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ സന്ദേശം അവർ കടന്നു ചെല്ലിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവായിരിക്കണം. മറ്റൊന്നിനും ആർക്കും ചെയ്തു തരാൻ സാധ്യമാകാത്ത വിധം രക്ഷ നിലനിൽപ്പ് യേശുവിലാണ്. അവനാണ് ജീവന് മാത്രമേ രക്ഷ തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോസ്തലർ 4:12 അതെ, ആകാശത്തിനെ ഭൂമി രക്ഷിക്കട്ടെ ഒരേ ഒരു നാമം യേശു. അവരു വെറും നാമമല്ല, ആ നാമം കർത്താവാണ്. സർവ്വം സൃഷ്ടിച്ചവനാണ്, സർവ്വം ഉൾക്കൊള്ളുന്നവനാണ്. അവൻ്റെ ഹൃദയത്തിൽ അവനുണ്ട്. അവനോട് കൂടെ വസിക്കേണ്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം കർത്താവിനെ. മത്തായി 12:30 അതെ, എനിക്ക് അവനോട് കൂടെ ശേഖരിക്കുവാൻ. എൻ്റെ കൂടെയല്ലാത്ത എൻ്റെ എതിരാളിയാണ്. അവൻ്റെ കൂടെയല്ലാത്ത തിരുനാമത്തല്ല ശേഖരിക്കുന്നതെല്ലാം നമ്മൾ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം ചിതറിച്ച് കളയുകയാണ്. കൂടെ ശേഖരിക്കുവാൻ, എന്തിനും കർത്താവിന് നിയമം പാലിക്കുവാൻ, ആ വചനം സ്വീകരിക്കുവാൻ, ആ വചനത്തിലൂടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ, ആ വചനത്തിൽ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ, അനേക രക്ഷയിൽ നയിക്കുവാൻ പര്യാപ്തമായ വചനം അത് കർത്താവ് തന്നെയാണ്. വചനം, ആ നാമത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നീ കർത്താവും നാഥനും രക്ഷകനുമായി ഇന്നും എന്നേക്കുമായിരിക്കും. കർത്താവേ, ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളിലേക്കും ജീവൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഏറ്റവും പറയാനുള്ള ശക്തി നൽകുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രതിസന്ധികളാണ്, പലരും രോഗികളാണ്. ചില രോഗങ്ങൾ ചിലരെ തളർത്തി കളയുമ്പോൾ, മരിക്കുവാൻ കൊതിക്കുമ്പോൾ, അതെ, മരണമല്ല, യേശുവാണ് രക്ഷ. അവനാണ് നമ്മുടെ പുനരുദ്ധരിക്കുന്നവൻ. ആ രോഗത്തെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് രോഗത്തെ കീഴ്പ്പെടുത്തുവാൻ ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളും ഇത് ചവിട്ടി നടക്കാൻ എനിക്ക് അധികാരം നൽകിയിരിക്കും. യാതൊന്നും തന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവേ, എന്നെ യാതൊന്നും കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതേ. നമ്മളെ ഈ ഭൂമിയിൽ കടന്ന രോഗങ്ങൾ, പീഡനങ്ങൾ, അപകടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുന്ന കർത്താവിനെ പിടിച്ചുകൊണ്ട് എല്ലാത്തും അതിജീവിക്കുവാൻ എന്നെ ശക്തനാക്കുന്നതോടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധ്യമാകുന്നു. ഫിലിപ്പി 4:19 അതെ, എൻ്റെ ശക്തി കർത്താവാണ്. എൻ്റെ ശരീരമല്ല, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ അധികാരമല്ല, എല്ലാ ഭാവങ്ങളും ഉപരിയായി യേശുവിനെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് അവനെ ഏറ്റുപറഞ്ഞുകൊണ്ട് രക്ഷയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷ നമുക്ക് പങ്കുവയ്ക്കുവാൻ, ഇനിയൊരു മരണം നമ്മൾ കേൾക്കാതിരിക്കേണ്ടതിന് നമ്മുടെ കുടുംബങ്ങളിലേക്കല്ല ഈ വചനം വ്യാപരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം, മാലാഖമാരോട് പ്രാർത്ഥിക്കാം, നമ്മുടെ മാല വിടുന്ന പ്രാർത്ഥിക്കാം, പേര് വിശുദ്ധ ഇടമൊത്തിരുന്ന് പ്രാർത്ഥിക്കാം, യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണേ. ആമേൻ.